മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ 20-21 മന്ത്രിമാരെയും നിങ്ങളൊരു പണി ഏൽപ്പിച്ചതാണ്. നമ്മൾ പറമ്പ് കൊത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തെങ്ങിന് വളമിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാടത്ത് നെല്ല് കൊയ്യാൻ വേണ്ടിയിട്ട്, നെല്ല് വിതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂലി കൊടുത്ത് പണം കൊടുത്ത് പണിക്കാരെ ഏർപ്പാടുക്കുന്നത് പോലെ ഞാനും നിങ്ങളും നമ്മുടെ ഈ നാട്ടില് സ്വസ്ഥമായി നമ്മുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് പൈസ കൊടുത്ത് നിയമിച്ച കൂലിപ്പണിക്കാരാണ് ഈ പറയുന്ന മന്ത്രിമാരെന്ന് പറയുന്നത്. അല്ലാതെ മന്ത്രിമാർ എന്ന് പറയുന്നത് ഇവർ ജനിച്ച കാലം മുതൽക്ക് തന്നെ നമ്മളിങ്ങോട്ട് അടിമകളാക്കി ഇവിടെ തറവാഴ്ച നടത്താൻ നിശ്ചയിക്കപ്പെട്ട ചക്രവർത്തിമാരോ രാജാക്കന്മാരോ ഒന്നുമല്ല. അന്തംഗമികൾ മനസ്സിലാക്കണം. പണി ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് നിയമിച്ചവരാണ്. 5 കൊല്ലത്തേക്ക് പറ്റില്ലെങ്കിൽ പിടിച്ചു പുറത്താക്കും, വേറെ ആളെ നിയമിക്കും. ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ദൂർത്തടിക്കുക, അഹങ്കാരം, ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് നമ്മുടെ പണം എടുത്തിട്ട് നമ്മൾ എന്നിട്ട് ഇവിടെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ഉള്ളിൽ കിടന്ന് മരിക്കണം. അപ്പോഴാണ് മന്ത്രി എന്ന് പറയുന്നത്, അത് കുഴപ്പമൊന്നുമില്ല, അത് സിസ്റ്റത്തിന്റെ തകരാറാണ്. വീണ ജോർജ്, അതേപോലെയാണ് ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രിയാണത്രേ. ഈ പിണറായി വിജയന്റെ 2ാം ടേമില് 2ാം ഭരണ കാലയളവിൽ പഠിച്ച സകലമാന വിദ്യാർത്ഥികളും ലജ്ജിച്ച് തലതാഴ്ത്തും. ആരായിരുന്നു തങ്ങൾ പഠിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയാണ് ഉത്തരം പറയുക? ശിവൻകുട്ടി എന്ന്. നിയമസഭയിലെ മേശപ്പുറത്ത് കയറി കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ ഇവിടുത്തെ ഓരോ കുട്ടിയും കണ്ടതാണ്. ലജ്ജിക്കുകയാണ് കുട്ടികൾ. വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ചിരിക്കും, വായു പൊത്തി ചിരിക്കും. ഒരു അധമൻ, വൃത്തികെട്ടവൻ, നെറികെട്ടവൻ, വിവരമില്ലാത്തവൻ, സകലമാന തോൽവിയുടെയും ഉദാഹരണം. അതാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി. അന്തംഗമികൾക്ക് ചൊറിയണ്ട, സ്വയം കൊണ്ട് ചൊറിഞ്ഞാൽ മതി കേട്ടോ. ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുരുതി കൊടുത്തിട്ട് അന്തംഗമികൾ വന്ന് നടത്തുന്ന ന്യായീകരണങ്ങൾ, MP ഗോവിന്ദൻ എന്ന് പറയുന്ന അപഹാസ്യനായ ഒരു പാർട്ടി സെക്രട്ടറി ചിരിക്കുകയാണ്. ഇതൊക്കെ വലിയ കാര്യമാണ്. അത് UDF ഗവൺമെന്റിന്റെ കാലത്ത് എന്തൊക്കെ സംഭവിച്ചു? അതാണ് ചോദിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ കാലത്ത് എന്തൊക്കെ സംഭവിച്ചു? 10 വർഷമായിടോ നിന്നെ ഏൽപ്പിച്ചിട്ട് ഇതൊന്ന് നേരെയാക്കണ്ട, ഉള്ളതൊന്ന് മര്യാദയ്ക്കൊന്ന് കൊണ്ടാടുത്താൽ മതി. അതിനെയാണ് നിന്നെയൊക്കെ